നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. മട്ടന്നൂരിനടുത്ത് കൂടാളിക്കുമ്പത്ത് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 4 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായ പരിക്കേറ്റു. വിവാഹത്തിൽ പങ്കെടുക്കാൻ ബംഗളൂരുവിൽ നിന്ന് വരുന്നതിനിടെയാണ് അപകടം. ഛേത്രി, ഹർഷ്, റിസ്വാൻ, ഷാൻ എന്നിവരെയാണ് മരിച്ചത്. പരിക്കേറ്റയാളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരിച്ചവരിൽ 2 പേർ മലയാളികളാണ്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഇതോടെ സ്ഥലത്തെ ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് വാഹനം മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ കർണാടക സ്വദേശികളായ കൂട്ടുകാരുമൊത്ത് അലവിൽ സ്വദേശിയായ ഷാൻ ബംഗളൂരുവിൽ നിന്ന് വൈകിട്ട് നാട്ടിലേക്ക് പുറപ്പെട്ടത്. വീട്ടിലെത്താൻ അരമണിക്കൂർ മാത്രം അവശേഷിക്കെയാണ് അപകടം ഉണ്ടായത്. പഠനം പൂർത്തിയാക്കി 2 മാസം മുൻപാണ് ഷാനും കൂട്ടുകാരും ബംഗളൂരുവിലെ വിവിധ കമ്പനികളിൽ ജോലി കിട്ടിയത്. ഇവരെല്ലാം ബംഗളൂരുവിലെ ഒരേ കോളേജിലാണ് പഠിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനി സജീവമായതോടെ സ്വകാര്യ ബസ് സർവീസുകൾക്ക് വൻ വെല്ലുവിളിയാകുന്നു. സ്ത്രീ യാത്രക്കാർ കുറഞ്ഞതോടെ വാൽപ്പാറ ചാലക്കുടി റൂട്ടിൽ കഴിഞ്ഞ 65 വർഷമായി ഓടുന്ന സ്വകാര്യ ബസ് സർവീസ് നിർത്തി. സാമ്പത്തിക ബാധ്യതകൾ മൂലമാണ് സർവീസ് അവസാനിപ്പിക്കാൻ ഉടമകൾ നിർബന്ധിതരായത്. കഴിഞ്ഞ 6 വർഷമായി ഈ സർവീസ് ഓടുന്നത് ചീനിക്കാസ് ബസ്സാണ്. നിലവിൽ ദിവസേന 4000 മുതൽ 4500 രൂപ വരെ നഷ്ടമാണ് സർവീസിന് നേരിടേണ്ടി വരുന്നത്. ബസിന്റെ ദൈനംദിന ചെലവുകൾ പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ബസ് ജീവനക്കാരും ഉടമകളും പറയുന്നു. KSRTC എംപാനൽ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതായി പരാതി. സാധാരണയായി 2 ഘട്ടങ്ങളിലായാണ് ശമ്പളം നൽകി വരുന്നത്. ആദ്യത്തെ 15 ദിവസത്തെ ശമ്പളം ആ മാസം 20-നും ബാക്കി 15 ദിവസത്തെ ശമ്പളം അടുത്ത മാസം 10-നകവും നൽകുന്നതാണ് രീതി. എന്നാൽ കഴിഞ്ഞ മാസത്തെ 15 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലെ ശമ്പളത്തിന്റെ പകുതി മാത്രമാണ് ഈ മാസം വിതരണം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ വെറും 7 ദിവസത്തെ ശമ്പളം മാത്രം ലഭിച്ചതോടെ തങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായെന്ന് ജീവനക്കാർ വ്യക്തമാക്കുന്നു. ഡ്രൈവർമാരും കണ്ടക്ടർമാരും അടക്കം KSRTCയിൽ നിലവിൽ 3000-ഓളം ബദൽ ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണോ ശമ്പളം മുടങ്ങാൻ കാരണമായതെന്നാണ് ജീവനക്കാരുടെ സംശയം. എന്നാൽ നിലവിലെ ശമ്പള പ്രതിസന്ധിക്ക് പ്രിയദർശിനി പദ്ധതിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും അടുത്ത ആഴ്ച ബാക്കി തുക നൽകുമെന്നും KSRTC MD അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ കുറയാൻ സാധ്യത. ഇന്ന് ഒരു ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ചൊവ്വാഴ്ച വരെ കേരളത്തിൽ വലിയ മഴയ്ക്ക് സാധ്യതയില്ലെന്നും നേരിയതോ ഇടത്തരമോ ആയ മഴ മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂവെന്നും കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നു. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ പെയ്തേക്കാം. ഒരു ജില്ലയിലും യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ ഇല്ല. സംസ്ഥാനത്ത് ഇതുവരെ 28% മഴക്കുറവ് രേഖപ്പെടുത്തിയതായി കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് സാധാരണയായി ജൂൺ 1 മുതൽ ഇതുവരെയുള്ള കണക്കാണിത്. സംസ്ഥാനത്തെ 10 ജില്ലകളിലും ശരാശരി മഴയേക്കാൾ കുറവാണ് ഇതുവരെ ലഭിച്ചതെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. സംസ്ഥാനത്തെ 1,00,000-ഓളം പ്രീ പ്രൈമറി അധ്യാപകരുടെ തുച്ഛമായ വേതനത്തിൽ കാലോചിതമായ മാറ്റം വരുത്തണമെന്ന ആവശ്യത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല. നിലവിൽ 3 വിഭാഗങ്ങളിലായാണ് പ്രീ പ്രൈമറി അധ്യാപകരുടെ വേതനക്രമം. 53 പ്രീ പ്രൈമറി സ്കൂളുകളിൽ PSC മുഖേന നിയമനം നേടിയവർക്ക് പ്രൈമറി അധ്യാപകരുടേതിന് സമാനമായ 30,000 രൂപയ്ക്ക് മുകളിലുള്ള തുടക്ക ശമ്പളമാണുള്ളത്. എന്നാൽ 2012 ഒക്ടോബറിന് മുമ്പ് സർക്കാർ സ്കൂളുകളിൽ നിയമിതരായ അധ്യാപകർക്ക് അവരുടെ പകുതി വേതനം പോലും ഇല്ല. അധ്യാപകർക്ക് 14,000 മുതൽ 14,500 രൂപയും ആയമാർക്ക് 8,000 മുതൽ 8,500 രൂപയുമാണ് ഓണറേറിയമായി ലഭിക്കുന്നത്. ഈ മാസമാണ് ഇവർക്ക് 1000 രൂപ കൂട്ടി നൽകിയത്. സ്കൂളുകളിൽ പ്രീ പ്രൈമറി ആരംഭിക്കാൻ പാടില്ലെന്ന് 2012 സർക്കാർ ഓർഡർ ഇറക്കിയതിനാൽ അതിനുശേഷം നിയമിതരായവർക്ക് സർക്കാർ ആനുകൂല്യങ്ങളുമില്ല. ഓരോ സ്കൂളിലും PTA നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രീ പ്രൈമറി വിഭാഗം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ 4,000 മുതൽ 6,000 രൂപ വരെ മാത്രമാണ് ഇവരുടെ പ്രതിമാസ ശമ്പളം. കർഷകർ കടക്കിണിയിൽ ശ്വാസം മുട്ടുമ്പോഴും കടാശ്വാസ കമ്മീഷൻ ശുപാർശ ചെയ്ത 326 കോടി രൂപ അനുവദിക്കാതെ സർക്കാർ. ഇതോടെ ജപ്തി ഭീഷണിയിലാണ് 35,000-ഓളം കർഷകർ. തീർപ്പാക്കാൻ 24,127 അപേക്ഷകൾ വേറെയുമുണ്ട്. ഇടുക്കി, വയനാട് ജില്ലകളിൽ 2020 ഓഗസ്റ്റ് വരെയും മറ്റു ജില്ലകളിൽ 2016 ഓഗസ്റ്റ് വരെയുമുള്ള അപേക്ഷകളാണ് പരിഗണിക്കുന്നത്. സർക്കാരിൽ നിന്നുള്ള ഫണ്ട് കിട്ടാത്തതിനാൽ സംസ്ഥാനത്തെ വികസനം സ്തംഭനത്തിൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ 3-ാം ഗഡു 2,651 കോടി രൂപ മാർച്ച് 31-ന് മുമ്പ് ലഭിക്കേണ്ടതായിരുന്നു. ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ ഗഡു 3,000 കോടി
പുതിയ സർക്കാർ ജൂൺ 30 മുമ്പ് കൊടുക്കേണ്ടതുമായിരുന്നു. ഇത് രണ്ടും കൂടി 5651 കോടി കിട്ടാത്തതിനാൽ പല വികസന പദ്ധതികളും സ്തംഭിച്ചു. പൂർത്തിയായ പ്രവൃത്തികളുടെ തുക കരാറുകാർക്ക് നൽകാനും കഴിയുന്നില്ല. 1200-ലേറെ തദ്ദേശ സ്ഥാപനങ്ങളാണ് പ്രതിസന്ധി നേരിടുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ 3-ാം ഗഡു തുക സ്പിൽ ഓവറായി നൽകാത്തതും പുതിയ ഫണ്ട് വെട്ടിക്കുറച്ചതും ആരോഗ്യ മേഖലയെ ഉൾപ്പെടെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മലയാളി വിദ്യാർത്ഥിനി സാവരിയയ്ക്ക് അതിക്രൂര മർദ്ദനമേറ്റിരുന്നുവെന്ന കുടുംബത്തിന്റെ ആരോപണം ശരിവെച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടിയുടെ നട്ടലിന് പൊട്ടലുണ്ടായിരുന്നുവെന്നും ശരീരമാസകലം മർദ്ദനമേറ്റ ചതവുകൾ ഉണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. ഇതിനിടെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഹരിപ്പാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. തലക്കേറ്റ അടിയാണ് സാവരിയുടെ മരണകാരണമെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലും സ്ഥിരീകരിക്കപ്പെട്ടു. കാല് മുതൽ തലവരെ ശരീരത്തിലുടനീളമുള്ള ചതവുകളെക്കുറിച്ചും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരാമർശിക്കുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന കുറ്റകൃത്യമായതിനാൽ ഇന്ത്യൻ ഏജൻസികൾക്ക് അന്വേഷണത്തിന് പരിമിതിയുണ്ട്. എന്നാൽ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹരിപ്പാട് പോലീസ് സാവരിയുടെ മരണത്തിൽ കേസ് ചുമത്തിയിട്ടുണ്ട്. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ സഹപാഠിയായ സദറുൽ അനാമിനെതിരെയാണ് കേസ്. സ്കൂൾ തുറക്കാൻ വേണ്ടി മാത്രമായി തദ്ദേശ സ്ഥാപനങ്ങൾ താൽക്കാലിക ഫിറ്റ്നസ് നൽകിയതോടെ അധ്യാപകരും സ്കൂൾ ജീവനക്കാരും തൊഴിൽ ഭീഷണിയിൽ. പ്രൊഫഷണൽ ഫിറ്റ്നസ് നൽകാൻ ചട്ടമോ ഉത്തരവോ ഇല്ലാത്തതിനാൽ അത്തരം സ്കൂളിൽ തസ്തിക നിർണയം നടത്താനാവില്ലെന്ന് വ്യക്തമാക്കി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി. ഈ സ്കൂളുകളിലെ അധ്യാപകർക്ക് ജൂലൈ 15 മുതലുള്ള ശമ്പളം നൽകാനാവില്ലെന്നും അധ്യാപകരെ സീനിയോറിറ്റി അടിസ്ഥാനമാക്കി ക്രമീകരിക്കാനുമാണ് നിർദ്ദേശം. ഇതോടെ സ്ഥിരം ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളുകളിലെ അധ്യാപകരും ജീവനക്കാരും തൊഴിൽ പ്രതിസന്ധിയിലായി. ഒട്ടേറെ സ്കൂളുകൾക്ക് പ്രൊഫഷണൽ ഫിറ്റ്നസ് മാത്രമേ ഉള്ളൂവെന്ന് സർക്കാർ സമ്മതിക്കുമ്പോഴും കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം ഉടൻ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ആശുപത്രിയിലുള്ളവരുടെ ചികിത്സാ ചെലവും കൂട്ടിരിപ്പുകാരുടെ ചെലവും പൂർണ്ണമായും സർക്കാർ വഹിക്കണം. നഷ്ടപരിഹാരം അടക്കമുള്ള തുക കരാർ കമ്പനിയിൽ നിന്ന് ഈടാക്കുന്നത് പിന്നീട് പരിഗണിക്കാമെന്നും ജസ്റ്റിസ് ഡോക്ടർ AK ജയശങ്കർ നമ്പ്യാരും ജസ്റ്റിസ് AK പ്രീതയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയോടൊപ്പമാണ് ഹൈക്കോടതി കള്ളാടി മണ്ണിടിച്ചിൽ പരിഗണിച്ചത്. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. അപ്പോൾ റിപ്പോർട്ട് നൽകണം. സുകുമാരക്കുറുപ്പ് കേസിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ സമർപ്പിച്ച റിപ്പോർട്ട് പൂഴ്ത്തിയെന്ന് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ അലി അക്ബർ. 2017 സുകുമാരക്കുറുപ്പ് ജീവിച്ചിരുന്നുവെന്നും മകളുടെ വിവാഹത്തിന് കേരളത്തിലെത്തിയെന്നും അലി അക്ബർ ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. ഒളിവിൽ കഴിയാൻ സുകുമാരക്കുറുപ്പിന് രാഷ്ട്രീയ രംഗത്തു നിന്നും പോലീസിൽ നിന്നും സഹായം ലഭിച്ചിരുന്നു. 2017 സുകുമാരക്കുറുപ്പ് ഗൾഫ് രാജ്യത്തുണ്ടായിരുന്നുവെന്ന് സാക്ഷിമൊഴിയുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതേ സ്വകാര്യ ചാനലിനോട് വെളിപ്പെടുത്തി. കേരള പോലീസിന്റെ കഴിവുകേട് കൊണ്ടും സ്വന്തം സാമർഥ്യം കൊണ്ടും പിടികിട്ടാപ്പുള്ളിയായി ഒളിവിൽ ജീവിക്കാൻ സുകുമാരക്കുറുപ്പിന് കഴിഞ്ഞുവെന്ന നെറേറ്റീവിനെ പൊളിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഈ വെളിപ്പെടുത്തൽ. ചില ഉന്നത ബന്ധങ്ങൾ കൊണ്ടും അവരുടെ സഹായം കൊണ്ടും മാത്രമാണ് സുകുമാരക്കുറുപ്പ് രക്ഷപ്പെട്ടതെന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഓസ്ട്രേലിയൻ മാധ്യമങ്ങളിൽ ചർച്ചയായി. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി മോദിയുടെ കൂടിക്കാഴ്ച, ദ ഓസ്ട്രേലിയൻ അടക്കമുള്ള പ്രമുഖ പത്രങ്ങൾ മോദിയുടെ സന്ദർശനം അത്യധികം പ്രാധാന്യത്തോടെ ആണ് നൽകിയത്. ചില മാധ്യമങ്ങൾ മോദിയെ മിസ്റ്റർ ഇന്ത്യ എന്നും വ്യാപാരത്തിലും പ്രതിരോധത്തിലും സമ്മാനങ്ങളുമായി മോദി എത്തിയെന്നും വിശേഷിപ്പിച്ചു. ദ ഏജ് എന്ന പത്രം അൽബനീസിന്റെ മോഡി ഓപ്പറാൻഡി എന്ന തലക്കെട്ടിലാണ് സന്ദർശനം റിപ്പോർട്ട് ചെയ്തത്. 2 ദിവസത്തെ സന്ദർശനത്തിൽ വ്യാപാരം, ഊർജ്ജം തുടങ്ങിയ നിർണായക മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകളിൽ ഏർപ്പെട്ടു. രാജ്യത്ത് ആൽക്കഹോളിന്റെ അളവ് കൂടുതലുള്ള മരുന്നിന്റെ കർശന നിയന്ത്രണം. 12% കൂടുതൽ അളവിൽ ഈഥൈൻ ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകളുടെ വിൽപ്പനയ്ക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഏലം, ഇഞ്ചി, മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ ചില കഷായങ്ങളും ഉയർന്ന അളവിൽ ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകൾക്കുമാണ് നിയന്ത്രണം. ഇത്തരം മരുന്നുകളെ അവശ്യ വിഭാഗമായി ഷെഡ്യൂൾ H1 ഉൾപ്പെടുത്തിയതോടെ ഇനി മുതൽ ഇളവുകളൊന്നും ലഭ്യമാകില്ല. 1940 ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരം അത്തരം ഉൽപ്പന്നങ്ങൾക്ക് ലൈസൻസ് എടുക്കണം. കൃത്രിമ ബുദ്ധി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും ആധുനിക അതിർത്തി സുരക്ഷാ സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ അതിർത്തികളിലൂടെ അനധികൃത നുഴഞ്ഞുകയറ്റം പൂർണ്ണമായും തടയുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തി ജില്ലകളെ പോലീസ് സൂപ്രണ്ടുമാരുടെ ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അമിത് ഷാ സ്മാർട്ട് ബോർഡർ പദ്ധതിയുടെ രൂപരേഖ വിശദീകരിച്ചത്. അതിർത്തി സുരക്ഷയെ പ്രതീകാത്മക സംവിധാനങ്ങളിൽ നിന്ന് മുൻകരുതൽ അടിസ്ഥാനമായുള്ള സമഗ്ര സുരക്ഷാ സംവിധാനമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ കൃഷി, ജലസേചനം, കന്നുകാലി വളർത്തൽ മന്ത്രി മൗലവി അത്താവുള്ള
ഒമാരി ഇന്ത്യ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി അറിയിക്കുകയും അഫ്ഗാനിസ്ഥാന്റെ കാർഷികാടിസ്ഥിത സമ്പദ് വ്യവസ്ഥയെ നവീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു. ഇത് എന്റെ ആദ്യ ഇന്ത്യ യാത്രയാണ്. ഞാൻ ഇന്ത്യയിൽ വന്നിറങ്ങിയ ആദ്യ ദിവസം മുതൽ തന്നെ ഇന്ത്യൻ സർക്കാരിൽ നിന്നും വിദേശകാര്യ മന്ത്രിയിൽ നിന്നും ഞാൻ കണ്ടുമുട്ടിയ ഏവരിൽ നിന്നും എനിക്ക് ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു. ഞാൻ എൻ്റെ സ്വന്തം ആളുകളിലാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ സ്വന്തം രാജ്യം പോലെയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ DNA ഒന്നാണ്. അതാണ് ആശയം, അദ്ദേഹം വ്യക്തമാക്കി. കൊൽക്കത്ത മെട്രോ റെയിൽവേ വെള്ളിയാഴ്ച ഒരു പ്രധാന നിർമ്മാണ നാഴികക്കല്ല് കൈവരിച്ചു. പർപ്പിൾ ലൈൻ ഇടനാഴിയിൽ ഭൂഗർഭ ടണലിംഗ് ജോലികളുടെ ആദ്യഘട്ടം പൂർത്തിയായി. നിർമ്മാണത്തിലിരിക്കുന്ന വിക്ടോറിയ മെട്രോ സ്റ്റേഷനിലെ ടണൽ ബോറിംഗ് മെഷീൻ TBM ദുർഗ വെള്ളിയാഴ്ച അതിന്റെ മുന്നേറ്റം പൂർത്തിയാക്കി. ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെ ഗവൺമെന്റ് ഹൌസിൽ ശനിയാഴ്ച പ്രാദേശിക സമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആചാരപരമായ സ്വീകരണം നൽകി. പ്രധാനമന്ത്രി മോദി പിന്നീട് കിവി വിദേശകാര്യമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം കഴിഞ്ഞ 2 വർഷത്തിനിടെ പ്രത്യേകിച്ച് വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച ഉഭയകക്ഷി ബന്ധത്തിന്റെ മുഴുവൻ ശ്രേണിയും അദ്ദേഹം അവലോകനം ചെയ്യും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമായി. ഇറാനെതിരെ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ശക്തമായ മുന്നറിയിപ്പുമായി ട്രംപ് എത്തി. തന്നെ വധിക്കാനായി ഇറാൻ ശ്രമിച്ചാൽ ആ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ആക്രമണം നടത്താൻ നിർദ്ദേശം നൽകിയതായി ട്രംപ് പറഞ്ഞു. ന്യൂയോർക്ക് പോസ്റ്റ് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വർഷങ്ങളായി ഇറാൻ തന്നെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്, എന്നാൽ പുതിയ രഹസ്യ വിവരങ്ങളൊന്നും അതിനെപ്പറ്റി ലഭിച്ചിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ പുതിയ കൊലപാതക ഗൂഢാലോചനയെക്കുറിച്ച് ഇസ്രായേൽ ഇന്റലിജൻസ് അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞ ട്രംപ് ഈ ഭീഷണി പുതിയതല്ലെന്നും തറപ്പിച്ചു പറഞ്ഞു. 3 വർഷത്തിലേറെയായി റഷ്യയുടെ വിശാല ഭൂമിശാസ്ത്രം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് അനുകൂലമായി പ്രവർത്തിച്ചു. രാജ്യത്തിന്റെ വലിയ ഭൂപ്രകൃതി, റഷ്യയ്ക്കുള്ളിലെ നിർണായക എണ്ണ ശുദ്ധീകരണശാലകൾ, സൈനിക സൗകര്യങ്ങൾ, വ്യാവസായിക കേന്ദ്രങ്ങൾ എന്നിവ ഉക്രൈനിൽ നിന്ന് എത്താൻ കഴിയാത്തത്ര സുരക്ഷിതമാണെന്നും കണക്കാക്കപ്പെട്ടു. എന്നാൽ ആ അനുമാനം ഇനി നിലനിൽക്കില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഈ ആഴ്ച ഉക്രൈനിയൻ നിയന്ത്രിത പ്രദേശത്ത് നിന്ന് 2000 മൈൽ, അതായത് 3200 കിലോമീറ്റർ അകലെയുള്ള സൈബീരിയൻ നഗരമായ ഓംസ്കിലെ റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയിൽ ഉക്രൈനിയൻ ഡ്രോണുകൾ ആക്രമണം നടത്തി. യുദ്ധം ആരംഭിച്ചതിനു ശേഷം കൈവിന്റെ ഏറ്റവും ആഴത്തിലുള്ള ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു ഇത്. റഷ്യയുടെ ഏതു ഭാഗത്തും ഇപ്പോൾ എത്താം എന്നതിന്റെ സൂചനയാണ് ഇത് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.